രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസിലെ ജാമ്യം ഹൈക്കോടതി നീട്ടിക്കൊടുത്തു. ജനുവരി 7 കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. അത് ജസ്റ്റിസ് ബാബുവിൻ്റെ ബെഞ്ചിലായിരുന്നു. അദ്ദേഹം ഇന്ന് അവധിയായിരുന്നു. പകരത്തെ ബെഞ്ചിലെ ജസ്റ്റിസ് അത് ജനുവരി 7 വരെ നീട്ടി. കാരണം ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ കോടതി പറഞ്ഞു ഇന്ന് വരെയുള്ളൂ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നീട്ടിയേ പറ്റുള്ളൂ. കാരണം ജസ്റ്റിസ് ബാബു ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായില്ല, അവധിയായിരുന്നു അദ്ദേഹം. പകരത്തിൻ്റെ ബെഞ്ച് ഏതായാലും ജനുവരി 7 വരെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വിലക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഈ 2 കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്ത് നമുക്കറിയാം. ആദ്യത്തെ കേസിൻ്റെ അകത്തെ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം റേപ്പ് ചെയ്തെന്നും അത് തന്നെയല്ല മിസ്കാരേജ് നടത്തിയെന്നുള്ള ആയിരുന്നു ആരോപണം. അദ്ദേഹം ഒളിവിൽ പോയത് നമുക്കറിയാം. ആദ്യത്തെ കേസിനകത്ത് എന്തായാലും അത് ആ കേസിൻ്റെ റേപ്പ് ഉള്ള ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. 64(2) റേപ്പ്, 376 പഴയ IPC. അങ്ങനത്തെ ആ റേപ്പ് ഒരു കൺസെൻറ്റോട് കൂടിയുള്ള ഒരു സെക്ഷൽ ഇൻട്രാക്ഷൻ ആണ് എന്ന് കോടതിയിലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു. അതിലേക്ക് തന്നെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിന് ഒരു 376 അല്ലെങ്കിൽ 64(2) ഓഫൻസ് നിൽക്കില്ല. രണ്ടാമത് രാഹുലിൻ്റെ ഒരു സുഹൃത്ത് ഫ്രണ്ട് അവരൊക്കെ ഗർഭം നശിപ്പിക്കാനുള്ള ഒരു ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ക്രിമിനൽ അബോർഷൻ, മിസ്കാരിയേജ് ഉണ്ടായി എന്നായിരുന്നു ആരോപണം. പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. അതുകൊണ്ട് 1-2 മാസത്തെ പ്രഗ്നൻസിക്ക് അത് അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ അതിന് എവിഡൻസ് ഒന്നും കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഫീറ്റസ് എന്തായാലും പ്രിസർവ് ചെയ്തിട്ടില്ല. ഒരു ക്രിമിനൽ അബോർഷൻ നടത്തിയാൽ അതിൻ്റെ ഫീറ്റസ് പ്രിസർവ് ചെയ്ത് DNA എടുക്കേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അത് ഈ കേസിൽ അത് നടക്കില്ല. ആരെയാണ് ഗർഭമെന്ന് സ്ഥാപിക്കാനായിട്ട് പോലീസിന് കഴിയില്ല ആ കേസിനകത്ത്. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് റേപ്പ് ഒരു കൺസെൻഷ്യലായിട്ടുള്ള അല്ലെ സമ്മതത്തോടു കൂടിയുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആണ്. അതിൽ നിന്ന് ഒരു ഗർഭം ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ ആ ഗർഭം ആരെയാണ് എന്ന് സ്ഥാപിക്കാനും കഴിയില്ല. കാരണം അതിൻ്റെ അത് ഫീറ്റസ് ഇല്ല. അതുകൊണ്ട് 89 BNSഉം നിലനിൽക്കില്ല. 2 വകുപ്പും മേജർ വകുപ്പും നിലനിൽക്കുന്നില്ല. പിന്നെ അതിനകത്ത് ആരോപണത്തിലെ മൊഴിയിലെ അത് നേരെ പോലീസിനല്ല കൊടുത്തത്, മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത്. മുഖ്യമന്ത്രിമാർക്ക് മൊഴി കൊടുക്കാനായിട്ട് പരാതി കൊടുക്കാം. മൊഴി കൊടുക്കാൻ ആർക്കും BNSൽ ഇന്ത്യയുടെ നിയമപുസ്തകത്തിലെങ്ങും പറയുന്നില്ല. SHOയ്ക്കാണ് മൊഴി കൊടുക്കേണ്ടത്. അവിടെ SHO പരിഗണിച്ചില്ലെങ്കിൽ അത് SP അല്ലെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കാം. ഇത് രണ്ടിടത്തും പരിഗണിച്ചില്ലെങ്കിൽ നേരെ കോടതി കൊടുക്കാം എന്നാണ് നിയമപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് അവിടുന്ന് വന്നതാണ്. കാലതാമസമുണ്ട് അതിനകത്ത്. അതിനുശേഷം ഡിലേഡ് FIR ആണ്. അങ്ങനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കാത്ത രീതിയിലുള്ള ഒരു മൊഴിയായി പോയി. എങ്കിലും രണ്ടാമതെടുത്ത കേസിനകത്ത് നമുക്കറിയാം, 2 കേസിനകത്ത് ഒരു ക്രിമിനൽ ബ്രെയിൻ അതിനകത്ത് ഉണ്ട് ആ ഡ്രാഫ്റ്റിങ്ങിലെന്ന് തോന്നും. കാരണം 2 കേസിനകത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പറഞ്ഞിരിക്കുന്ന ആരോപണം അത് ബലമായിട്ട് സെക്സ് ചെയ്തു, അതിനുശേഷം ക്രിമിനൽ അബോർഷൻ നടത്തി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 FIRന് രണ്ടാമത്തെ FIR എടുക്കാതെ അത് KPCC പ്രസിഡന്റ് കൊടുത്ത ഒരു ഇമെയിൽ സന്ദേശത്തിലാണ്. അങ്ങനെ ഒരു വകുപ്പും ഇന്ത്യൻ പീനൽ കോഡിലോ അല്ലെ BNSലെങ്ങും ഇല്ല. അവർക്ക് മൊഴി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. താമസിച്ചു കൊടുക്കുന്ന ഒരു മൊഴി ഒരു SHOയുടെ മുമ്പിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പിൽ കൊടുത്താൽ അത് അതിനകത്ത് ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ദ ക്രൈം അല്ല എങ്കിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രിലിമിനറി എൻക്വയറി നടത്തി ബോധ്യപ്പെട്ട ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവുള്ളെന്നും ഇന്ത്യയിലെ നിയമപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജനുവരി 7 വരെ ഇപ്പം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ് നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല. കുറ്റചാർജ് കൊടുക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. അതുകൊണ്ട്
ഈ കേസിന് ആവശ്യമായ എവിഡൻസുകളൊന്നും തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഈ 2 കേസും ഒരു അൺഡിക്റ്റഡ് കേസാക്കി പോലീസ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രോസിക്യൂഷന് അതിൻ്റെ അകത്ത് വലിയ സ്കോപ്പില്ല. കോടതിയിലും 2 കോടതിയിലും ജില്ലാ കോടതിയിലെ ബെയിൽ ഗ്രാൻറ്റ് ചെയ്തതിനകത്തും അതുപോലെ ഹൈക്കോടതിയിലെ അത് എക്സ്റ്റൻഷൻ വരുന്നതിനകത്തുമൊക്കെ ഒരു ക്രിമിനൽ ഒഫൻസ് നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു മൊഴിയായില്ല. ആ മൊഴിക്ക് ഒത്തിരി സാങ്കേതിക പിഴവുകളുണ്ട്. അതിനകത്ത് ഒരു വോളണ്ടറി ആയിട്ടുള്ള വേദനയോട് കൂടിയ ഒരു പെൺകുട്ടിയുടെ മൊഴിയായിട്ട് വരുന്നില്ല. കാരണം 2 മൊഴിയിനകത്തും ഒരു ക്രിമിനൽ ബ്രെയിന് അതിനകത്ത് അങ്ങനെയുള്ള ഒരാളാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. കാരണം ഒരാളെ ഒരു പെൺകുട്ടിയെ ഒരു ഏതെങ്കിലും രീതിയിൽ അവരെ സ്വാധീനിച്ച് വളച്ച് ഒക്കെ കൊണ്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ചെയ്താൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അതിനുശേഷം പല ആണുങ്ങളും ചെയ്യുന്നത്. അവിടെ ഒരു കുട്ടി ഉണ്ടാകാനുള്ളതിന് എന്തെങ്കിലും രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് മാത്രമേ അവരങ്ങനത്തെ ആക്ടിവിറ്റി പോവുകയുള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴി കൊടുത്ത 2 പെൺകുട്ടികളും പറയുന്നത് അത് ഒരു കുട്ടിയെ വേണം അവന് എന്ന് പറഞ്ഞിട്ടാണ് സെക്ഷൽ ആക്ടിവിറ്റി നടത്തിയെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആണുങ്ങളെല്ലാം ഓടി രക്ഷപ്പെടും. അവിടെ പ്രഗ്നൻസി തടഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എനിക്കൊരു കുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും റേപ്പ് ചെയ്യാൻ പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്താണ് ഒരു ക്രിമിനൽ മൈൻഡ്. ഈ 2 FI സ്റ്റേറ്റിനകത്തും ഇത് കയറി ഇറങ്ങി വരുന്നുണ്ട്. ആ കാര്യം തന്നെ KPCC പ്രസിഡന്റ് എടുത്ത് പറയുകയും ചെയ്തു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 കേസ് പോലീസ് അന്വേഷിക്കട്ടെ. എവിഡൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്ഷൻ 64-നും 89-നകത്തും ഒരു എവിഡൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് കേസ് അൺഡിക്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്.